ബ്രേക്കിംഗ് നൗ കൊച്ചി ബ്രോഡ്വേയിൽ തീപിടിച്ച കെട്ടിടത്തിന് ഫയർ എൻഒസി ഇല്ല എന്നുള്ള വാർത്ത വരുന്നു. ബ്രോഡ്വേയിൽ ഫയർ സേഫ്റ്റിയോ എൻഒസിയോ ഇല്ലാത്ത നിരവധി കെട്ടിടങ്ങളുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ. ഷാബാസ് അഹമ്മദാണ് ചേരുന്നത്. ഷാബാസ് അഹമ്മദ്, ഗുഡ് ഈവനിംഗ് ഫ്രം തൃശൂർ. അപ്പോ അവിടെ ഈ എൻഒസി ഒന്നും കിട്ടാതെ ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നത് ആരും കാണുന്നില്ലേ? അതോ കണ്ടിട്ടും വേണ്ടാന്നൊക്കെ വെച്ച് കണ്ണടയ്ക്കുന്നതാണോ? ഗുഡ് ഈവനിംഗ് സുജിയ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. ആഘോഷം ഏതു തന്നെയായാലും കൊച്ചിക്കാർ ഷോപ്പിംഗിനായി ഓടിയെത്തുന്നത് ബ്രോഡ്വേയിലേക്കാണ്. ആഘോഷം ഏതായാലും വലിയ തിരക്കാണ് ബ്രോഡ്വേയിൽ ഉണ്ടാവുക. കഴിഞ്ഞ ക്രിസ്മസിനും ന്യൂ ഇയറിനും ഇടയിൽ ഡിസംബർ 30 തീയതി പുലർച്ചെയാണ് ബ്രോഡ്വേയിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. നിരവധി കടകളാണ് അന്ന് കത്തി നശിച്ചത്. പുലർച്ചെ ആളുകൾ കുറവുള്ള സമയത്ത് ആയതിനാൽ ഭാഗ്യവശാൽ മറ്റ് പരിക്കുകളൊന്നും ആളുകൾക്കുണ്ടായില്ല. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ബ്രോഡ്വേയിലെ നിരവധി കടകൾക്ക് ഈ ഫയർ എൻഒസി ഇല്ല എന്ന കാര്യം വ്യക്തമാകുന്നത്. 2005 ശേഷം പണിത പുതിയ കെട്ടിടങ്ങൾക്കാണ് ഫയർ എൻഒസി നിർബന്ധമാക്കിയിരിക്കുന്നത്. അതിനു മുൻപ് ഉള്ള കെട്ടിടങ്ങൾക്ക് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നതാണ് ചട്ടപ്രകാരം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ അന്ന് തീപിടിച്ച കടയ്ക്കും അതോടൊപ്പം നിരവധി കടകൾക്കും ഇത്തരത്തിൽ ഫയർ എൻഒസിയോ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല എന്നതാണ് ഫയർഫോഴ്സിൽ നിന്നും നിലവിൽ മനസ്സിലാകുന്നത്. നിരവധി തവണ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫയർഫോഴ്സ് നോട്ടീസ് നൽകിയിരുന്നു. അപ്പോഴൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ഇത് നടപ്പിലാക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു ഈ കെട്ടിട ഉടമകൾ എന്നതാണ് നിലവിൽ വ്യക്തമാകുന്നത്. എന്തായാലും ചെറിയൊരു തീപിടുത്തം പോലും വലിയൊരു അപകടത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യമാണ്. നിരവധി ആളുകൾ ആഘോഷ സമയത്തൊക്കെ ഒത്തുകൂടുന്ന സമയമാണ്. ഇത്തരത്തിൽ ഫയർ എൻഒസിയോ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു ദുരന്തത്തിലേക്ക് തന്നെ വഴിവെച്ചേക്കാമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സ് നൽകുന്നത്. ഇത്തരത്തിൽ ഫയർ എൻഒസിയോ അഗ്നിസുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്ത കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണ്. അത്തരത്തിൽ കൊച്ചി കോർപ്പറേഷനാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ അപ്പോൾ അതിനൊക്കെ ഒരു നടപടി എടുക്കേണ്ടതുണ്ട്. നോട്ടീസ് വെറുതെ നൽകി മിണ്ടാതിരുന്നാൽ പോരാ. കൊച്ചി കോർപ്പറേഷൻ എന്തായാലും വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ മേയറും അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ നടപടി എടുക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ഷാബാസ് അഹമ്മദ് ഫോർ